നമ്മുടെ ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് വലിയ മുതൽക്കൂട്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ ഭക്ഷണത്തിൻ്റെ മര്യാദകളാണ് നാം പറഞ്ഞു വരുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി നമ്മൾ പറഞ്ഞു, നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം അത് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഉറപ്പല്ലേ? ആ ഒരു അനുഗ്രഹം അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു വിധി നൽകട്ടെ. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കഴിക്കുന്നത് കുടിക്കുന്നത് ഹറാം കലർന്നതാവാൻ പാടില്ല എന്നതാണ്. നമ്മളുടെ കുടുംബത്തിന് നമ്മൾ കൊടുക്കുന്നതും ഹറാമായി പോകരുത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം ഇതിൽ ഹറാം കലർന്നാൽ നമ്മുടെ നിസ്കാരത്തിന് പോലും കബൂലിയത്തുണ്ടാവില്ല എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കില്ല. ലാ യഖ്ബലുല്ലാഹു സ്വലാത്തം റിഇൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്ക് സഹോദരാ, ഹബീബ് പറഞ്ഞത് ശ്രദ്ധിക്ക് സഹോദരി. ലാ യഖ്ബലുല്ലാഹു സ്വലാത്തം റിഇൻ. ഒരു മനുഷ്യന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അവൻ എത്ര കുത്തിമറിഞ്ഞിട്ടും കാര്യമില്ല. ഫീ ജൗഫിഹി ഹറാം. അവന്റെ ജൗഫിൽ, അവന്റെ ഉള്ളിൽ, അവന്റെ വയറ്റിൽ, അവന്റെ രക്തത്തിൽ ഹറാമുണ്ടെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കില്ല സഹോദരാ, അള്ളാഹു സ്വീകരിക്കില്ല സഹോദരി. ആ കാര്യം ഏറെ ഭയത്തോടെ കാണേണ്ടതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും അല്ലാഹു നമുക്ക് കൂലി തരുന്നതല്ലേ. ഇന്നർ റജുല ലയഉജറു ഹത്താ ഫിൽ ലുഖമതി ഇലാഫി വഇലാഫി ഇംറഅതിഹി. ഇന്നർ റജുല, ഏതൊരാളും, ലയഉജറു, ഏതൊരാൾക്കും അജ്ർ നൽകപ്പെടും, കൂലി നൽകപ്പെടും. ഹത്താ ഫിൽ ലുഖമതി ഇലാഫി. അവന്റെ വായയിലേക്കിടുന്ന ഒരു പിടി ഭക്ഷണമുണ്ടല്ലോ, അതിന് പോലും അവന്റെ വായയിലേക്ക് മാത്രമല്ല, വഇലാഫി ഇംറഅതിഹി, അവന്റെ ഭാര്യയുടെ വായയിലേക്ക് വെക്കുന്ന ഓരോ പിടി ഭക്ഷണത്തിനും റബ്ബിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കൂലി കിട്ടണമെങ്കിൽ പൂർണ്ണമായും ഹലാലാവണം. അല്ലാഹു ഹലാല് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എത്ര വലിയ ഗൗരവത്തിലാ മുത്തുനബി ഇത് ഓർമ്മപ്പെടുത്തിയത്. ഒരു ദിവസം ബൈത്തുൽ മാലിൽ സകാത്തിന്റെ കൂമ്പാരമായി ഈത്തപ്പഴമുണ്ട്. പാവങ്ങൾക്കുള്ള ഹക്കാണ്, അവകാശമാണ്, സകാത്താണ്. അത് കൂമ്പാരമാക്കി വെച്ചിരിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു വിശന്നൊട്ടിയ വയറുമായി വേഗമായി ഈത്തപ്പഴത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഒരു ഈത്തപ്പഴം എടുത്ത് വായയിലിട്ടു. വിശന്നിട്ട് നിർവാഹമില്ലാതെ, കുട്ടിക്കറിയൂലല്ലോ സക്കാത്തിന്റെ മുതലാണ്, ഞങ്ങൾക്കിത് പറ്റൂല, കുട്ടിക്കറിയൂല. കുട്ടി ചെന്നിട്ട് ഒരു ഈത്തപ്പഴം എടുത്തിട്ട് വായിലിട്ടു. സാരല്ല, കുട്ടികളല്ലേ, കുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അത് നെവർ മൈൻഡ് ആക്കിയില്ല മുഹമ്മദ് മുസ്തഫ. ഇതങ്ങ് കാണേണ്ട താമസം തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ അടുത്തേക്ക് മുത്തുനബി പാഞ്ഞെടുക്കുകയാണ്. ഫഅദ്ഖല സബാബതഹു ഫീ
തന്റെ ചൂണ്ടുവിരൽ കുട്ടിയുടെ വായയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ വായയിലുള്ള ഈത്തപ്പഴമിങ്ങ് മാന്തിയെടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ഇത് കഴിക്കല്ല മോനെ, ഹാദാ ഹറാമുൻ അലയ്യ വഅലൈക്, കുല്ലു മാ നബത മിനൽ ഹറാമി അന്നാറു ഔലാ ബിഹി. പൊന്നുമോനെ, ഇത് നമുക്ക് ഹറാമാണ്. ഇതിൽ നിന്നൊരു തുള്ളി രക്തമുണ്ടായാൽ അതുകൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടത് നരകമാണ്. യാ അല്ലാഹ്, ആ കുട്ടിനോട് മുത്ത് റസൂലിന് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ. ഹബീബിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ. അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും. ആ കുട്ടിയുടെ ശരീരം പിന്നെ നരകത്തിലേക്ക് എത്താൻ ആവശ്യമായ കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുകയും അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ ശരീരത്തിലേക്ക് ഹറാമ് കലർന്നാൽ പിന്നെ നല്ല ചിന്തകളും നല്ല താല്പര്യങ്ങളും എല്ലാം ഉണ്ടാവുക. ഈ ശരീരത്തെ നരകത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ചിന്തകളും താല്പര്യങ്ങളുമാണ് നമ്മളെ മനസ്സിലുണ്ടാവുക. അള്ളാഹു കാക്കട്ടെ. ഒന്ന് മനസ്സറിഞ്ഞ ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് മഹാന്മാരിതിനെ വല്ലാതെ ഭയപ്പെട്ടത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, കാന ലി അബീ ബക്കറിൻ ഗുലാമുൻ യുഖ്രിജു ലഹുൽ ഖറാജ് വകാന യഅകുലു മിൻ ഖറാജിഹി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു അടിമയുണ്ടായിരുന്നു. ആ അടിമ ജോലി ചെയ്തിട്ട് കൊണ്ടുവരുന്നതിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കഴിക്കുമായിരുന്നു. വിരോധമല്ല, കഴിക്കാം. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടിമയാണ്. അങ്ങനെ ഒരു ദിവസം ഇയാൾ ജോലിക്ക് പോയി തിരിച്ചു വന്നു. ചില ഭക്ഷണങ്ങൾ വാങ്ങി അത് പാകം ചെയ്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു. കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ അടിമ ചോദിച്ചു, അല്ല സിദ്ദീഖ് തങ്ങളെ, അതദ്രീ മിൻ ഐന ഹാദാ, ഞാൻ പറയാൻ വിട്ടുപോയല്ലോ, ഈ ഭക്ഷണം ഇന്ന് കിട്ടിയത് എവിടെന്നാണെന്നറിയുമോ നിങ്ങൾക്ക്? സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, പതിവ് പോലെ നിങ്ങൾ ജോലി ചെയ്തിട്ട് അതിന് ശമ്പളമായി കിട്ടിയതല്ലേ, വേതനമായി കിട്ടിയതല്ലേ, കൂലി കിട്ടിയതല്ലേ? അപ്പോൾ പറഞ്ഞുവല്ല, ഞാൻ ഇന്ന് ജോലിക്ക് പോകവേ അങ്ങാടിയിലെത്തിയപ്പോൾ ഒരാളെ കണ്ടു. ആരെയാ കണ്ടതെന്നറിയോ? കുന്തു തകഹന്തു ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഞാൻ ജ്യോത്സ്യപ്പണിക്ക് പോകാറുണ്ടായിരുന്നു. വമാ അഹ്സിനുൽ കഹാന, എനിക്കാവട്ടെ ജ്യോത്സ്യപ്പണിയൊന്നും അറിയില്ല. ജ്യോത്സ്യപ്പണിയൊന്നും എനിക്കറിയൂല. അങ്ങനെ ആത്മീയ ചികിത്സയും പണിയൊന്നും എനിക്കില്ല, അറിയൂല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ജാഹിലിയ കാലഘട്ടത്തിൽ ഇതൊക്കെ അറിയുന്നത് പോലെ അഭിനയിച്ച് പല ജ്യോത്സ്യപ്പണിയും മാരണപ്പണിയൊക്കെ ചെയ്തെടുത്തു. അങ്ങനെ അന്ന് ഇയാളെ വീട്ടിലേക്കും ഞാൻ പോയി പലതും ചെയ്തെടുത്തു. പക്ഷെ അതിന് കൂലിയായിട്ടൊന്നും തന്നില്ല. ഇന്ന് അങ്ങാടിയിൽ നിന്ന് കണ്ടപ്പോൾ എനിക്കയാൾ ഇത് തന്നിട്ട് പറഞ്ഞു, മുമ്പ് നീ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇന്നാലിന്ന കർമ്മങ്ങളൊക്കെ ചെയ്തതല്ലേ, അതിനുള്ള കൂലിയാണ്, കഴിച്ചോന്ന് പറഞ്ഞു. അപ്പം ഞാനത് വാങ്ങി വന്നു. അതുകൊണ്ട് വാങ്ങിയതിൽ നിന്നാണ് നിങ്ങൾ കഴിച്ചത്. ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസ ഞാൻ നിങ്ങളോട് പറയുന്നത്. യാ അല്ലാഹ്, ഇതങ്ങ് കേൾക്കേണ്ട താമസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വെപ്രാളമായി, ബേജാറായി, നെഞ്ചിടിപ്പായി ഫഅദ്ഖല ഇസ്ബഅഹി ഫീ, തന്റെ വിരൽ രണ്ടും വായയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഫഖാഅമാ ഫീ ബത്നിഹി, തന്റെ വയറ്റിലുള്ളതൊക്കെയും ഛർദ്ദിച്ച് കളഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്തൊരു സൂക്ഷ്മതയാണ്, എന്തൊരു പേടിയായിരുന്നു അവർക്ക്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചിന്തിക്കണം. ഹറാമ് കലർന്നത് നമ്മളെ വയറ്റിലെത്തിയാൽ പിന്നെ നമ്മളെ ശരീരം ഹറാമിൻ്റെ കേന്ദ്രമായ നരകത്തിലേക്ക്, ഹറാമ് ചെയ്തവർക്ക് അല്ലാഹു ഒരുക്കിയ നരകത്തിലേക്ക് നമ്മളെ ശരീരം നമ്മളെ കൊണ്ടുപോകൂ. നിസ്കാരത്തിൽ പോലും ഹറാമ് കഴിക്കുന്നവർക്ക് ഒരു നിലക്കുള്ള ഹുഷവും കിട്ടൂല. നിസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കൂല, അവർക്ക് യാതൊരു ഹുഷവും കിട്ടൂല. നിങ്ങളുടെ നിസ്കാരത്തിൽ ഹുഷവും ഉണ്ടാവാൻ പല കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹലാലായ അള്ളാഹ്ക്ക് പൊരുത്തമുള്ള ഹലാലൻ ത്വയ്യിബ മാത്രമേ നിങ്ങൾ കഴിക്കാവൂ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീക്ക് തരട്ടെ.
നമ്മുടെ സമ്പാദ്യം 100% അല്ലാഹു ഹലാലാക്കി തരട്ടെ. ഹറാമിൻ്റെ ഒരു കണിക പോലും കലരുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതേ നമുക്ക് ഉപകരിക്കൂ സഹോദര, അതേ നമുക്ക് ഉപകരിക്കൂ സഹോദരി. ദുനിയാവും ആഖിറവും സന്തോഷത്തോടുകൂടെ അനുഭവിക്കണമെങ്കിൽ നമ്മളുടെ സമ്പാദ്യം ഹലാലായിരിക്കണം. അല്ലാഹുവേ നീ തൗഫീക്ക് നൽകണേ റബ്ബേ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്കൊന്നും ഹറാമ് കൊടുക്കരുത് കേട്ടോ. പലിശയും കവർന്നെടുത്തതും ജോലിയിൽ പറ്റിച്ചും കച്ചവടത്തിൽ പറ്റിച്ചും ആ നിലയിലൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ കൊടുത്തിട്ട് കാര്യമല്ല കേട്ടോ. ശ്രദ്ധിക്കണം. മഹാന്മാർ ഈ കാര്യത്തിൽ അത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം കേൾക്കന്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദര സഹോദരി, 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ട, 2ാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കാന യഖ്സിമു തുഫാഹൽ ലിൽ മുസ്ലിമീൻ. അദ്ദേഹം ഭരണാധികാരിയായി. അങ്ങനെ ഭരണത്തിന് കീഴിലുള്ള ഏതാനും ചില തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, ഗവൺമെന്റിന്റെ കീഴിലുള്ള തോട്ടം. ആ തോട്ടത്തിൽ ഒരുപാട് തുഫാഹത്ത് ആപ്പിൾ ഉണ്ടായിരുന്നു. ഈ ആപ്പിൾ പറിച്ചു കൊണ്ടുവന്ന് പാവങ്ങൾക്കായി വഖഫ് ചെയ്ത, സാധുക്കൾക്കായി വഖഫ് ചെയ്ത തോട്ടമായിരുന്നു അത്. ആപ്പിൾ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ അർഹർക്ക് ആപ്പിൾ വീതിച്ചു കൊടുക്കവേ ഇത് അഖദ ഇബ്നുൻ സഗീറുൻ ലഹു തുഫാഹ. സഹോദരാ സഹോദരി, ആ ആപ്പിൾ പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കവേ തൻ്റെ പ്രിയപ്പെട്ട ചെറിയ മകൻ വന്നിട്ട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ടൊരാപ്പിൾ എടുത്തു. ഒരാപ്പിൾ എടുത്തിട്ട് കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഫഖാമ ഉമറു ഫഅഖദ തുഫാഹത മിൻ ഫമിഹി, കടിച്ച ആ കടിയിൽ നിന്ന് അങ്ങോട്ട് അടർത്തി വായയിൽ നിന്ന് ആ ആപ്പിൾ എടുത്തു മാറ്റി. സ്വാഭാവികമായിട്ടും കുട്ടികൾ കരയുമല്ലോ, കുട്ടികൾ കരയും. ഫദഹബൽ വലദു ഇലാ ഉമ്മിഹി വഹുവ യബ്കി. കരഞ്ഞുകൊണ്ട് മകൻ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. കുട്ടി വലിയ താല്പര്യത്തോടെ ഇത് ഇങ്ങനെ പാവപ്പെട്ടവർക്കുള്ള ഹക്കാണ്, എനിക്ക് എടുക്കാൻ പാടില്ല എന്നുള്ള വിവരമൊന്നും കുട്ടിക്കില്ല. കുട്ടി അത് കണ്ടപ്പോൾ വേഗം എടുത്തു കടിച്ചു. ബാപ്പന്ത് ചെയ്തെന്നറിയോ? അത് വേഗം ഇങ്ങോട്ട് വാങ്ങി എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു കഴിക്കാൻ പാടില്ല. കുട്ടി കരഞ്ഞിട്ട് ഉമ്മയുടെ അടുക്കൽ ചെന്നു. ഫലമ്മ അലിമത്തി സബബ ഇഷ്തറത് ലഹു തുഫാഹ. കുട്ടി കരയാനുള്ള കാര്യം ഉമ്മ അറിഞ്ഞപ്പോൾ ഉമ്മ എന്ത് ചെയ്തെന്നറിയോ? വേഗം ഒരു ദിർഹം കൊടുത്തിട്ട് ഒരു ആപ്പിൾ വാങ്ങിയിട്ട് കുട്ടിക്ക് കൊടുത്തു. അങ്ങനെ മഹാനായ ഉമർ തങ്ങൾ വീതം വെക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിനുള്ളിലേക്ക് വന്നപ്പോ ഒരു കഷ്ണം ആപ്പിൾ അവിടെ കണ്ടു. സുബ്ഹാനല്ലാഹ്, ഇത് ഉമ്മ ക്യാഷ് കൊടുത്തു വാങ്ങിയ ആപ്പിളാണെന്നറിഞ്ഞില്ല. ഉടനെ തന്നെ ഫഖാല ലിസൗജതിഹി, തന്റെ ഭാര്യയോട് ചോദിച്ചു, അല്ല പെണ്ണേ, യാ ഫാത്തിമ ഹൽ അഖൽതി ശൈഅൻ മിൻ തുഫാഹിൽ മുസ്ലിമീൻ, പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്കുള്ള ആപ്പിളിൽ നിന്ന് വല്ലതും നീ എടുത്തോ? അങ്ങനെ എടുത്തിട്ട് കൊടുത്തതിന്റെ ബാക്കിയാണോ ഇത്? അപ്പോൾ ആ മഹദി ഫാത്തിമ ബീവി കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുട്ടി കരഞ്ഞു വന്നപ്പോ ഞാനൊരു ദിർഹം കൊടുത്തിട്ട് വാങ്ങിച്ചതാണ്, അതിൽ നിന്ന് എടുത്തതല്ല. ഉടനെ ഫഖാല ലഹ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? വല്ലാഹി ലഖദ് ഇൻതസഅതുഹാ മിൻ ഇബ്നി ഫകഅന്നമാ ഇൻതസഅതുഹാ മിൻ ഖൽബി. സത്യത്തിൽ കുട്ടിയുടെ വായയിൽ നിന്ന് ആ ആപ്പിള് ഇങ്ങോട്ട് പറിച്ചെടുക്കുമ്പോൾ എൻ്റെ വേദന, എൻ്റെ ഹൃദയം പറിച്ചെടുക്കുന്നത് പോലെയായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ലെങ്കിൽ
വലാകിന്നി കരിഹ്തു ഉലയ്യ നഫ്സി ബിസബബി തുഫാഹത്തിൻ മിൻ തുഫാഹിൽ മുസ്ലിമീൻ. ഞാനത് ചെയ്തില്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ രക്തത്തിൽ കലരുന്നത് അനർഹമായതാകും. അതെന്റെ കുട്ടിക്കും എനിക്കും നാശമാകും. അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ പരാജയപ്പെടാനത് കാരണമാകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കുട്ടിയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. നമ്മൾ ആലോചിക്കണം. പലതരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നവരുണ്ട്, ഓൺലൈൻ ബിസിനസ്സിൽ ഷെയർ ആയവരുണ്ട്. പലർക്കും അതിൻ്റെ തെറ്റും ശരിയൊന്നും കൃത്യമായി അറിയൂല. പലരോടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടിയാണ് ഉണ്ടാവുക. നമ്മൾ ഇങ്ങനെയൊക്കെ ഷെയർ മാർക്കറ്റിൽ കൂടി എല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ട് നടത്തുന്ന ഏർപ്പാട് എങ്ങനെയാണ് ലാഭം കിട്ടുന്നത്, ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള ലാഭമാണോ കിട്ടുന്നത്, ഇതൊന്നും അറിയാതെ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം അതെങ്ങനെ നമുക്ക് ഹലാലാകും? അതിലൊക്കെ ഒരു തരം ആശങ്കയുണ്ട്. അവിടെയൊക്കെ ചെയ്യേണ്ടത് സൂക്ഷ്മത ഇതാണ്. സംശയമുള്ളതിൽ നിന്ന് മാറി നിൽക്കുക. അവിടെയാണ് വിജയം. ഇത് കുറെ കിട്ടിയാ പോരല്ലോ, അനുഭവിക്കണ്ടേ. അത് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷത്തോടെ അനുഭവിക്കാൻ സാധിക്കണം. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഗൗരവമായ ഒരു ശ്രദ്ധ വേണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ. അല്ലെങ്കിൽ ആകെ താളപ്പഴവുണ്ടാവും. സമ്പാദ്യം ഹറാമ് കലർന്നാൽ, നമ്മളെ രക്തത്തിൽ ഹറാമ് കലർന്നാൽ ആകെ താളപ്പഴവുണ്ടായിരിക്കും. അതെല്ലായിടത്തും ബാധിക്കും, ദുനിയാവിലും ആഖിറത്തിലും ബാധിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കി ഇൻഷാ അള്ളാഹ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അല്പാൽപമായി അതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം.